അവൻ മിടുക്കനാണ്. പക്ഷേ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കേരള ബ്ലാസ്റ്റേഴ്സ് മിലോസ് ടെങ്കിച്ചിന് എന്തിന്റെ ബേസിലാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് എന്ന് നമുക്കറിയിട്ടില്ല. ഏതായാലും ഈ ഒരു സീസണിന്റെ പകുതിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്ത താരമാണ് ലഗാറ്റോർ. ഈ ലഗാറ്റോറിനെയും ഡ്രിങ്കിച്ചിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മിലോസ് ഡ്രിങ്കിച്ചിനെക്കാട്ടിൽ ഫാർ ബെറ്റർ ആണ് ലഗാറ്റോർ. പക്ഷേ ലഗാറ്റോർ വളർച്ചുകൂടി ടീമിന് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് പുള്ളിയുടെ പ്രകടനത്തിന് വളരെയധികം വ്യക്തമാണ്. കാരണം മിലോസ് ഡ്രിങ്കിച്ചിനെ അപേക്ഷിച്ച് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിന്റെ കാര്യത്തിലായാലും മുന്നിലേക്ക് നൽകുന്ന ഫോർവേഡ് പാസുകളുടെ കാര്യത്തിലായാലും അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിന്റെ ഒഫൻസീവ് മൈൻഡ് സെറ്റിന്റെ കാര്യത്തിലായാലും ആൾ കിടിലമാണ്. പുള്ളി ഒരുപാട് ഒഫൻസീവ് ബോളുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ ആക്രമണ നിരയെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുറച്ചുകൂടി അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ടീമിലായിരുന്നു ലഗാറ്റോർ കളിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നിലവിലെ പെർഫോമൻസിനേക്കാൾ കുറച്ചുകൂടി ടീമിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കളിക്കാമായിരുന്നു. ഇപ്പോൾ ലഗാറ്റോർ നല്ല പ്ലെയറാണ്, മിലോസിനെക്കാട്ടും നല്ല പ്ലെയറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ ലഗാറ്റോറിനെ സൈൻ ചെയ്തത് ഒരു ശരിയായ തീരുമാനമാണോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന രീതിയൊന്നും നമുക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു കോച്ചിനെ സൈൻ ചെയ്യാതെയാണ് ഇവന്മാരെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കോച്ചാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക. ലോകത്ത് ഏത് ക്ലബ്ബ് കാണിക്കും ഇമാതിരി തെണ്ടിത്തരവും തെമ്മാടിത്തരവും ഒക്കെ? അപ്പം പ്ലേയേഴ്സിനെ എവിടെന്നെങ്കിലും വാങ്ങിച്ച് കൂട്ടിയിട്ട് പിന്നെ ഒരു പരിശീലകനെ സൈൻ ചെയ്യുക എന്ന് പറയുന്നത് തെണ്ടിത്തരമാണ്. അപ്പം ലഗാറ്റോർ നല്ല താരമാണ്. മിലോസ് ഡ്രിങ്കിച്ചിനെക്കാട്ടി ഫാർ ബെറ്റർ ആണ് ഇൻ പെർഫോമൻസിൽ. കളിക്കളത്തിൽ വന്ന നിമിഷങ്ങളിലെല്ലാം കുറച്ചുകൂടി മെച്യൂരിറ്റി ആയാലും ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ആയാലും ക്രിയേറ്റീവ് ഇന്റന്റ് ആയാലും എല്ലാം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ മിലോസിനെക്കാട്ടിൽ മികച്ചവനാണ് ലഗാറ്റോർ എന്ന് തെളിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിന് മിലോസ് ഡ്രിങ്കിച്ചിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ഒരു ചോദ്യത്തിനാണ് അതിന് മറുപടിയില്ല. പിന്നെ അടുത്ത സാധനം എന്താ വെച്ചാൽ ഈ ലഗാറ്റോറിനെ സൈൻ ചെയ്തത് നല്ല ഡിസിഷൻ തന്നെയാണ്. പക്ഷേ ഒരു കോച്ച് വരുന്നതിന് മുമ്പ് ആ ഒരു കോച്ചിന് ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ വെറുതെ അങ്ങ് ലഗാറ്റോറിനെ സൈൻ ചെയ്യുക. ഓക്കെ, ലഗാറ്റോറിനെ സൈൻ ചെയ്തത് ആരുടെ? പുതുതായിട്ട് വരുന്ന ഒരു കോച്ച്, ആ കോച്ചിന് ലഗാറ്റോറിന്റെ പ്ലേയിങ് സ്റ്റൈൽ ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഓരോ പരിപാടികൾ കാണിക്കും. ഒരു പരിശീലകനെ സൈൻ ചെയ്തിട്ട് പരിശീലകന്റെ സിസ്റ്റത്തിനനുസരിച്ചുള്ള ടീമിനെ സൈൻ ചെയ്യണം. അല്ലാതെ ഒരു ടീമിനെ ഉണ്ടാക്കി വെച്ചിട്ട് എവിടെന്നെങ്കിലും ഒരു പരിശീലനം കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തൊലിച്ചിരിക്കും. ആദ്യത്തെ സീസണിൽ ഇവാൻ കുക്കാമാനോവിച്ചിന് വേണ്ട വിദേശ താരങ്ങളെങ്കിലും ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നാൽ അദ്ദേഹം ആവശ്യപ്പെട്ട അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ലേ പോലും അദ്ദേഹം ഒരു ഫൈനലിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിന് പറ്റിയ പ്ലേയേഴ്സിനെ ആരെയും കൊണ്ടുവരുന്നില്ല. ഉള്ള പ്ലേയേഴ്സിനെ തന്നെ വിട്ട് കളയുകയും ചെയ്തു. എന്നിട്ടും നമ്മളെ വെച്ച് ചിപ്സ് വിൽക്കാം, ഗോലി സോഡ വെക്കാം, ടിഷ്യൂ പേപ്പർ വെക്കാം, ഹണിമൂൺ എന്ന് സാമാനം, കപ്പിൾ കോർണർ എന്ന് പറഞ്ഞ് ഓരോ സാമാനങ്ങൾ വിൽക്കാം. നിന്ന് കൊടുക്കുക നമ്മൾ.